നിങ്ങളുടെ മകനോ മകളോ ഒരു കൂട്ടുകെട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ, മേലെ ആ കൂട്ടുകെട്ട് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല, അത് നമ്മുടെ കുടുംബത്തിന് പറ്റത്തില്ല, നീ അങ്ങനെ പോവേ ശരിയാവില്ല, നിനക്കിപ്പോ ഭയങ്കര ദേഷ്യമാണ്. അപ്പുറത്തെന്റെ കൂട്ടു മാറിയപ്പോ തന്നെ എന്റെ സ്വഭാവം വീട്ടിൽ മാറാൻ തുടങ്ങി, ദേഷ്യമാകാൻ തുടങ്ങി, വെറുപ്പാകാൻ തുടങ്ങി, വഴക്കുണ്ടാക്കാൻ തുടങ്ങി. നീ പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. കൂട്ടുകെട്ട് പുറത്തെ കൂട്ടുകെട്ട് മാറി. എന്തിനോട് ചേർന്നിരിക്കുന്നോ അതാകാൻ തുടങ്ങും. നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു, നിങ്ങൾ ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിൽ എല്ലാ ദിവസവും വചനം പ്രസംഗിക്കുന്ന ഞാൻ ഒരു പണ്ഡിതനോ വലിയ കഴിവുള്ള ആളോ വലിയ ഡോക്ടറേറ്റോ ബിരുദാനന്തര ബിരുദമോ അംഗീകാരമോ സർട്ടിഫിക്കറ്റോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ദൈവത്തിന്റെ വചനം എന്റെ മുറിയിൽ നിന്ന് വായിച്ച് ഡയറിക്കകത്ത് എഴുതി വയ്ക്കും. അത് എഴുതിക്കൊണ്ടുവന്ന് ഈ മുമ്പിലിരിക്കുന്ന ക്യാമറയെ നോക്കി അത് പറയും. അത് കേൾക്കുന്ന സ്ഥലത്ത് അനുഗ്രഹമാകാൻ കാരണം ആ ശുശ്രൂഷയെ ദൈവം അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ്, ആ ഐശ്വര്യം ഉള്ളത് കൊണ്ടാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, 2000 പേരെ ഇവിടെ വരുള്ളൂ അച്ചോ, 2000 പേരെ വരുള്ളൂ. പക്ഷേ സംഘാടകർ നോക്കി നിൽക്കുമ്പോൾ 3000 കഴിഞ്ഞു, 4000 കഴിഞ്ഞു, 5000 കഴിഞ്ഞു. കസേരയുടെ സ്ഥലമില്ല. വെറുതെ വലിയ പട്ടണത്തിന്റെ നടുക്ക് ടാർപ്പ, പച്ച നിറമുള്ള ടാർപ്പോളിൻ ഷീറ്റ് വിരിച്ചിട്ടിട്ട് വലിയ കാറിൽ വന്നവരൊക്കെ ടാർപ്പോളിൻ ഷീറ്റ് വിരിക്കുന്നു, ചിലർ സ്കൂട്ടിയിൽ ഇരിക്കുന്നു, ചിലർ കാറിന്റെ ഡോർ തുറന്ന് അവിടെ ഇരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ കണ്ണു വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നിൽ തന്നെ മനസ്സിലായ ഒരു കാര്യം, ഞാൻ വലിയൊരു കേവനാണെന്നല്ല എനിക്ക് തോന്നിയത്, എനിക്ക് വലിയ പുള്ളി ഭാവമല്ല തോന്നിയത്. ദൈവവചനത്തിലൂടെ കിട്ടിയ ഐശ്വര്യമാണ്, ആ അനുഗ്രഹമാണ് ഈ ജനത്തിന് അനുഗ്രഹമാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ദൈവത്തോട് തീരുമാനം എടുത്തിട്ടുണ്ട്, ഞാൻ ഒരിക്കലും വലിയ പുള്ളി ഭാവം ഞാൻ എടുക്കത്തില്ലെന്ന്. ഞാൻ ഒരിക്കലും വലിയ ആളാണെന്ന് നോട്ടത്തിൽ പോലും എനിക്കുണ്ടാവരുത് ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്. എനിക്ക് ഒരിക്കലും അഹങ്കാരമുണ്ടായി എന്റെ വിജയമായിരുന്നു ഞാൻ ഒരിക്കലും പറയാൻ ഇടയാകരുത്. ഇത് ദൈവത്തിന്റെ വിജയമാണ്, ഇത് ദൈവ മഹത്വത്തിനാണ്. ദൈവവചനത്തിൽ നിന്ന് കണ്ടുപിടിച്ച് വായിക്കുന്നവർക്ക് ഐശ്വര്യമുള്ള ഭാവി ഉണ്ടാകും. ഏത് വാക്കൊന്നും നമ്മൾ ചുമ്മാന്ന് പറഞ്ഞേ, ഐശ്വര്യമുള്ള ഭാവി. ഐശ്വര്യമുള്ള, എല്ലാവരും പറഞ്ഞ ഐശ്വര്യമുള്ള ഭാവി.